ഹലോ, ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടുപേരും കേട്ടോ. ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഒരുങ്ങിയിരുന്നു. നമ്മൾ നേരെ പോകുന്നത് അടുത്തുള്ളൊരു പള്ളിയിലാണ്. അവിടെ സ്റ്റാർ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മളവിടെ പോകും. ഇവിടെ ഇപ്രാവശ്യം 2025 സ്റ്റാറാണ് തൂക്കിയിരിക്കുന്നത്. ഓരോ വർഷവും ഓരോ സ്റ്റാർ ഇങ്ങനെ കൂടി വരും. നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനാണ് അവിടെ മരത്തിൻ്റെ മുകളിൽ. അതൊരു ലാഡറും തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചപ്പുറത്ത് കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നു. അതിനുശേഷം വലുതും ചെറുതുമായ കുറേ ഫ്ലോട്ടുകളുണ്ട്. പിന്നെ ഒരു കുളം പോലെ ടാർപ്പയൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതിൽ കുറേ മീനുകളും ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സാന്താക്ലോസ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടുള്ളൊരിതാണ്. അവിടെ ഫോട്ടോ എടുക്കുന്നവരുടെ മേളമാണ്. ഞങ്ങളും കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു. നമ്മളും ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ ഫോട്ടോ എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറുതും വലുതുമായ പുൽക്കൂടുകളും പലതരത്തിലുള്ള പുൽക്കൂടുകളാണ്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അന്നേരം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ ലൈറ്റ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീയും വലിയ ലൈറ്റ് കൊണ്ടുള്ള സ്റ്റാറുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ മഞ്ഞായിട്ട് കാണത്തക്ക രീതിയിൽ ലൈറ്റൊക്കെ കൊടുത്തുള്ള പഞ്ഞികളൊക്കെ വെച്ചുള്ള പുൽക്കൂടുണ്ടായിരുന്നു. അവിടെ എല്ലാം നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ശംഖുമുഖത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് 2.5 കിലോമീറ്ററോളം നടന്നാണ് കടലിൻ്റെ അവിടെ എത്തിയത്. പക്ഷെ നടക്കുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ നടന്നു പോകാനൊക്കെ. കടലിൻ്റെ കരയുടെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കടപ്പുറത്ത് പുതുവർഷത്തിന് വരുന്നത്. ഈ വർഷത്തെ തീറ്റയും കുടിയെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവർഷ